പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യയുടെ പ്രത്യാക്രമണം. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള 7 പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തി. പാകിസ്ഥാനിൽ നിന്നുള്ള ഷെല്ലാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം. രജൌരി, പൂഞ്ച് ജില്ലകളിലാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. ഇന്ത്യൻ ആക്രമണത്തിൽ 3 പാക് സൈനികർ കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യക്കെതിരെ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ ഒരു BSF ഇൻസ്പെക്ടറും പ്രദേശവാസിയായ പെൺകുട്ടിയും കൊല്ലപ്പെട്ടിരുന്നു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പൂഞ്ച്, രജൌരി ജില്ലകളിലെ സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപവും രജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിലും കഴിഞ്ഞ ദിവസം പുലർച്ചെ വരെ ഷെല്ലാക്രമണം നീണ്ടുനിന്നുവെന്നാണ് PTI റിപ്പോർട്ട് ചെയ്യുന്നത്. പൂഞ്ചിലെ ഷാംപൂർ സബ് സെക്ടറിലേക്ക് പാക് സൈന്യവും ആക്രമണം നടത്തി. പാക് ഷെല്ലാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 4 പ്രദേശവാസികൾക്ക് കൂടി പരിക്കേറ്റിരുന്നു. അതേസമയം പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിട്ട് 1 മാസം പിന്നിട്ടിരുന്നു. എന്നാൽ ഇപ്പോഴും ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണ ഭീതിയിലാണ് പാകിസ്ഥാൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വ്യോമാക്രമണത്തിന് പിന്നാലെ കൈവശമുള്ള പോർ വിമാനങ്ങളും റഡാർ സംവിധാനങ്ങളും സജ്ജമാക്കി അതിർത്തിയിൽ അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ. F-16 ചൈനീസ് പോർ വിമാനങ്ങൾ എല്ലാം അതിർത്തി പ്രദേശങ്ങളിലെ വ്യോമ താവളങ്ങളിലേക്ക് മാറ്റി പാകിസ്ഥാൻ കാത്തിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസവും പാകിസ്ഥാനിലെ പോർ വിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമ അതിർത്തിക്ക് സമീപം നിരീക്ഷണം നടത്തിയിരുന്നു എന്ന വാർത്തകളാണ് പുറത്തുവന്നത്. 4 F-16 പോർ വിമാനങ്ങളും ആളില്ലാ വിമാനവുമാണ് പഞ്ചാബ് പ്രദേശത്തെ അതിർത്തിക്ക് സമീപമെത്തി മടങ്ങിയത്. ഇന്ത്യൻ വ്യോമസേനയുടെ പെട്ടെന്നുള്ള നീക്കമാണ് പാക് പോർ വിമാനങ്ങളെ തിരിച്ചോട്ടിച്ചത്. പാക് പോർ വിമാനങ്ങളുടെ നീക്കം പെട്ടെന്ന് തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ റഡാറിൽ കണ്ടെത്തുകയും സമീപത്തെ വ്യോമ താവളങ്ങളിൽ നിന്ന് സുഹോയ് 13 MKI മിറാഷ് 2000 പോർ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുകയുമായിരുന്നു. ഇതോടെ പാക് വിമാനങ്ങളും ഡ്രോണും തിരികെ പോയി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.